To gain wealth, it is enough to learn the games of the wealthy and try them out. സമ്പത്തുണ്ടാക്കാൻ സമ്പന്നരുടെ കളികൾ പഠിക്കുകയും അത് പയറ്റി നോക്കുകയും ചെയ്താൽ മാത്രം മതി. ഇത് പറഞ്ഞത് റോബർട്ട് കിയോസാക്കി. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ലോകപ്രശസ്തമായ മോട്ടിവേഷൻ സാമ്പത്തിക ശാസ്ത്ര പുസ്തകത്തിൻ്റെ രചയിതാവായ റോബർട്ട് കിയോസാക്കി. റിച്ച് ഡാഡ് പുവർ ഡാഡ്, റിച്ച് ഡാഡ്സ് ക്യാഷ് ഫ്ലോ കോൺട്രൻറ്റ്, ഫേക്ക് മണി, ഫേക്ക് ടീച്ചേഴ്സ്, ഫേക്ക് അസറ്റ്സ്, വൈ റിച്ച് ആർ ഗെറ്റിംഗ് റിച്ചർ തുടങ്ങിയ പുസ്തകങ്ങളിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ സംഗ്രഹിച്ച് എല്ലാവർക്കും മനസ്സിലാകുന്ന ചില ഉദാഹരണങ്ങൾ കൂടി കൂട്ടിച്ചേർത്താണ് ഈ പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കുന്നത്. കടക്കെണികളിൽ നിന്നും രക്ഷപ്പെടാനും സമ്പത്തുണ്ടാക്കാനും ഇതിലെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വഴികാട്ടിയാകും. നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായും കൂടുതൽ സമ്പാദിക്കാനും ജീവിതത്തിൽ മെച്ചപ്പെടാനും ആഗ്രഹിക്കുന്നവർ ആയിരിക്കും. പക്ഷേ പലരും ചെയ്യുന്ന തെറ്റ് പണം സേവ് ചെയ്തു വെക്കുന്നു എന്നതാണ്. പണം സേവ് ചെയ്തു വെച്ചാൽ അതൊരിക്കലും വളരില്ല, പകരം അതിൻ്റെ മൂല്യം കുറയും. ഒരു 20 വർഷം മുൻപ് 500 രൂപയ്ക്ക് നമ്മൾ വാങ്ങിയിരുന്ന സാധനങ്ങൾ ഇന്ന് വാങ്ങാൻ പറ്റുമോ? ഇല്ല. അതിൻ്റെ കാരണം ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷനെ മറികടക്കുന്ന രീതിയിൽ പണം ശരിയായ രീതിയിൽ നിക്ഷേപിക്കുകയാണ് വേണ്ടത്. അത്തരത്തിൽ പണം വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരവസരം ടാറ്റ AIA ലൈഫ് ഒരുക്കുന്നുണ്ട്. അവരുടെ ടാക്സ് ബൊണാൻസ കൺസംഷൻ ഫണ്ട് എന്ന NFO ഇപ്പോൾ ലോഞ്ചായിട്ടുണ്ട്. NAV 10 രൂപ മാത്രമുള്ള ഈ ഫണ്ടിൽ നിക്ഷേപിക്കാവുന്ന കുറഞ്ഞ തുക 2000 രൂപയാണ്. ഈ വരുന്ന മാർച്ച് 31 വരെ മാത്രമേ ഇതിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുമുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ഈ ഫണ്ടിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം സേഫാക്കി വെച്ചുകൊണ്ട് ബാക്കി സ്മാൾ ക്യാപ്, മിഡ് ക്യാപ്, ലാർജ് ക്യാപ് കമ്പനികളിലുമായി നിക്ഷേപിക്കുന്നു. അങ്ങനെ നമ്മൾ നിക്ഷേപിച്ച പണം സേഫാക്കി വെച്ചുകൊണ്ട് മികച്ച റിട്ടേൺ നേടാനുള്ള സാധ്യതയുണ്ട്. ടാറ്റ AIA ലൈഫിൻ്റെ തന്നെ 2015 ഒക്ടോബറിൽ പുറത്തിറക്കിയ ഇന്ത്യ കൺസംഷൻ ഫണ്ട് ഇതുവരേക്കും 20.6% റിട്ടേണും കഴിഞ്ഞ 5 വർഷത്തിൽ 27.6% റിട്ടേണുമാണ് നൽകിയത്. ടാറ്റ AIA തന്നെ മുൻ വർഷങ്ങളിൽ ലോഞ്ച് ചെയ്ത 4 ഫണ്ടുകൾ കഴിഞ്ഞ 5 വർഷങ്ങളിലായി 20% കൂടുതൽ റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിൻ്റെ 120 മടങ്ങ് വരുന്ന ലൈഫ് കവറും ലഭിക്കും. വർഷത്തിൽ 2.5 lakh വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതിയും ഉണ്ടാകില്ല. അതുപോലെ പ്രവാസികൾ മാസം 18,000 രൂപ വീതം നിക്ഷേപിച്ചാൽ 2 കോടിയുടെ റിട്ടേൺ സാധ്യതയും ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ മറക്കണ്ട, ഈ NFOയുടെ അവസാന തീയതി മാർച്ച് 31 വരെയാണ്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഇതിൽ നിക്ഷേപിക്കുവാനും കഴിയും. നമുക്ക് ഒരു ചെറിയ കഥ കേൾക്കാം. ഒരിടത്ത് വളരെ ധനികനായ അച്ഛനും അദ്ദേഹത്തിൻ്റെ ഒരു മകനും ഉണ്ടായിരുന്നു. അച്ഛൻ വളരെ കഠിനാധ്വാനിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സമയം വളരെ വിലപ്പെട്ടതായിരുന്നു. എന്നാൽ മകനാകട്ടെ കുഴിമടിയനും അലസനുമായിരുന്നു. മകൻ്റെ ഈ സ്വഭാവം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. എന്തൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചിട്ടും അവൻ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. സഹി കെട്ടപ്പോൾ ഏതുവിധേനയും സമയത്തിൻ്റെയും പണത്തിൻ്റെയും വില മകന് മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഒരിക്കൽ അയാൾ അവനെയും കൊണ്ട് ഒരു പാർക്കിൽ പോയി. ദിവസവും നിരവധി യാത്രക്കാർ വരുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് യാചകരുമുണ്ടായിരുന്നു. അദ്ദേഹം അവനെയും കൂട്ടി അവിടെ ഇരിക്കുന്ന 3 യാചകരുടെ അടുത്തേക്ക് ചെന്നു. 3 പേർക്കും 3 കെട്ട് പണം വീതം നൽകി. 10 രൂപ പോലും വെറുതെ തരാത്ത അച്ഛൻ്റെ ആ പ്രവൃത്തി കണ്ട് മകൻ അത്ഭുതപ്പെട്ടു. അവൻ്റെ മുഖത്തു നിന്നും അയാൾക്കത് വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവനോട് ഒന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല. അങ്ങനെ 1 വർഷം കടന്നുപോയി. ഒരു ദിവസം വീണ്ടും അദ്ദേഹം അവനുമായി ആ പാർക്കിലേക്ക് പോയി. കഴിഞ്ഞ വർഷം അദ്ദേഹം പണം നൽകിയ ഒരാളെ അവരവിടെ കണ്ടു. അവർ 2 പേരും അയാളുടെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾക്കെന്നെ മനസ്സിലായോ? കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങൾക്ക് ഒരുപാട് പണം നൽകിയിരുന്നു. പിന്നെ എന്തിനാണ് വീണ്ടും നിങ്ങൾ ഇവിടെ ഇരുന്നത് ഭിക്ഷ എടുക്കുന്നത്? ആ പണമൊക്കെ നിങ്ങൾ എന്തു ചെയ്തു എന്ന് അയാളോട് ചോദിച്ചു. അയാൾ മറുപടി നൽകി, ഞാൻ നിങ്ങളെ ഓർക്കുന്നു.
നിങ്ങൾ എനിക്ക് ഒരുപാട് പണം നൽകി. എന്നാൽ ആ പണം എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പണം ലഭിച്ചതിന് ശേഷം അടുത്ത 3 മാസത്തോളം ഞാൻ ഭിക്ഷയെടുക്കാറില്ലായിരുന്നു. ആ പണം ഉപയോഗിച്ച് താമസിച്ച് നല്ല ഭക്ഷണവും വസ്ത്രവും ഒക്കെയായി സന്തോഷമായി ജീവിക്കുകയായിരുന്നു. 4 മാസം കഴിഞ്ഞപ്പോൾ പണമെല്ലാം തീർന്നു. ശേഷം ഞാൻ ഭിക്ഷയെടുക്കാൻ വീണ്ടും ഇവിടേക്ക് വന്നു. അന്ന് നിങ്ങളുടെ കൂടെ വേറെ 2 പേർ കൂടെ ഉണ്ടായിരുന്നല്ലോ, അവരെവിടെയാണ്? അദ്ദേഹം ചോദിച്ചു. യാചകൻ മറുപടി കൊടുത്തു, അതിൽ ഒരാൾ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. എന്നാൽ ദാ അവിടെ കാണുന്ന ഹോട്ടൽ മറ്റേയാളുടേതാണ്. അദ്ദേഹം മകനെയും കൂട്ടി ആ ഹോട്ടലിന് നേരെ നടന്നു. അവർ അവിടെ കണ്ട കാഴ്ച, അന്ന് തങ്ങൾ പണം നൽകിയ ഒരാൾ അവിടെ യജമാനനായി ഇരിക്കുന്നതാണ്. ഹോട്ടൽ ഉടമയ്ക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അയാൾ നിറ കണ്ണുകളോടെ കൈകൂപ്പി നന്ദി പറഞ്ഞു. ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിൻ്റെയും മുഖം ഞാൻ ശ്രദ്ധിക്കും, അതിൽ നിങ്ങളുണ്ടോ എന്ന് നോക്കാൻ. അവസാനം ഇതാ നിങ്ങൾ എത്തിയിരിക്കുന്നു. സമ്പന്നൻ ഒരു നിറപുഞ്ചിരിയോടെ അന്ന് അയാളുടെ കൂടെയുണ്ടായിരുന്ന ആ 3ാമത്തെ യാചകനെ പറ്റി ചോദിച്ചു. ഇവിടെ നിന്നും കുറച്ചു ദൂരം നടന്നാൽ ഒരു പഴയ കെട്ടിടം കാണാം. അവിടെ അയാൾ ചൂത് കളിച്ചിരിക്കുകയാണ്. അന്ന് നിങ്ങൾ നൽകിയ പണമെല്ലാം അയാൾ ചൂത് കളിച്ച് നശിപ്പിച്ചു. ആ പണം തീർന്നപ്പോൾ വീണ്ടും ഭിക്ഷയെടുക്കാൻ തുടങ്ങി. ഭിക്ഷയെടുത്ത പണം കൊണ്ട് വീണ്ടും ചൂത് കളിക്കാൻ പോകും. അന്നത്തെ ആ പണം അയാൾ അർഹിക്കുന്നില്ലെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. അയാൾ പറഞ്ഞു. അന്ന് വീട്ടിലെത്തിയതിന് ശേഷം തൻ്റെ മകനോടായി അയാൾ പറഞ്ഞു, ഞാൻ ആ 3 ആളുകൾക്കും ഒരേ ദിവസം ഒരേ അളവിലാണ് പണം നൽകിയത്. അതിലൊരാൾ ഞാൻ നൽകിയ പണം എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്ന് പോലും അറിയാതെ അന്ന് അയാൾ ഏത് അവസ്ഥയിലാണോ അതേ അവസ്ഥയിൽ തന്നെ എത്തി. അതിൽ മറ്റൊരാൾ ചൂത് കളിച്ച് ലഭിച്ച പണം മുഴുവൻ നശിപ്പിച്ച് വീണ്ടും അതേ അവസ്ഥയിലെത്തി. അതിലൊരാൾ മാത്രമേ പണം വേണ്ട രീതിയിൽ ഉപയോഗിച്ച് ജീവിതം കെട്ടിപ്പടുത്തുള്ളൂ. അതിന് കാരണം എന്തെന്നാൽ അതിൽ അയാൾ മാത്രമേ ഞാൻ നൽകിയ പണവും പിന്നീടുള്ള അയാളുടെ സമയവും വേണ്ട രീതിയിൽ ഉപയോഗിച്ചുള്ളൂ. ഇത് അയാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം പണത്തേക്കാൾ മൂല്യമുള്ളതാണ്. സമയത്തെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ പിന്നീട് എത്ര പണം വേണമെങ്കിലും നമുക്ക് സമ്പാദിക്കാം. അങ്ങനെ പണവും സമയവും ഒത്തുചേരുമ്പോഴാണ് പുതിയൊരു തുടക്കം കുറിക്കുന്നത്. ഈ കഥ ഒരേ സമയം 2 പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത്. സമയത്തിൻ്റെ വിലയും നമ്മുടെ പക്കലുള്ള പണം എങ്ങനെ വിനിയോഗിക്കണം എന്നതുള്ള പാഠവും. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തെ വേണ്ട രീതിയിൽ വിനിയോഗിച്ച് ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയും. അതേസമയം ഉല്ലാസ പ്രവർത്തനങ്ങളിൽ മാത്രം ഏർപ്പെട്ട് ജീവിതം തുലയ്ക്കാനും കഴിയും. ദ ഹാർഷ് ട്രൂത്ത്. എല്ലാവരുടെയും ലൈഫ് ഓരോ ദിവസവും സെയിം കറൻസിയിലാണ് ഓടുന്നത്. 24 മണിക്കൂർ എന്ന കറൻസിയിൽ. പണം ഉണ്ടാക്കുന്ന വഴികളിൽ ഏറ്റവും വലിയ കൗശലക്കാരനാണ് സമയം. സമയത്തിന് നിങ്ങളുടെ ശത്രുവും മിത്രവും ആകാൻ കഴിയും. ചിലർ അവരുടെ അറിവ് മെച്ചപ്പെടുത്താനും ജീവിത നിലവാരം ഉയർത്താനും അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട വീഡിയോകളും ഫൈനാൻഷ്യൽ ബുക്കുകളും വായിക്കുന്നു. കാരണം അവർ സ്മാർട്ടായല്ല ജനിച്ചത് എന്ന തിരിച്ചറിവാണ്. അറിവ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്ന ബോധമാണ്. ചില വിഡ്ഢികൾ നെറ്റ്ഫ്ലിക്സിൽ പടങ്ങൾ കണ്ടും ഗെയിം കളിച്ചും ജീവിതം തീർക്കുന്നു. സമയം ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ പഠിക്കുമ്പോൾ ആ സമയം തന്നെ നിങ്ങൾക്ക് വേണ്ടത് കൊണ്ടുതരും. എല്ലാവരും വിചാരിക്കുന്നു നമുക്ക് സമയമുണ്ടെന്ന്. നിങ്ങളുടെ ജീവിതവുമായി പറ്റിപ്പിടിച്ചു കിടക്കുന്ന ഏറ്റവും മോശമായ ചിന്തയാണ് ഒരു രാത്രി കൊണ്ട് ഉണ്ടാകുന്നതാണ് സമ്പത്തെന്ന്. നിങ്ങൾക്കിപ്പോൾ 30 വയസ്സാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ബിസിനസ് പതിയെ പതിയെ വർഷം തോറും ബിൽഡായി വരുന്നു. ഒരു 20 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് പ്രായം 50 ആകുമ്പോഴേക്ക് നിങ്ങളുടെ ബിസിനസ് വളരെ മെച്ചപ്പെട്ട് കാണും. പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും കൂടും. എന്നാൽ നിങ്ങൾ ഇന്ന് തുടങ്ങി വെക്കുന്നില്ലെങ്കിൽ 50 വയസ്സാകുമ്പോൾ നിങ്ങളുടെ മക്കളെ ആശ്രയിച്ച് ജീവിക്കുന്ന ബലഹീനനും ഡിപ്പെൻഡൻറ്റുമായ വ്യക്തിയായി നിങ്ങൾ മാറും. ഹൗ ടു സ്പെൻഡ് മണി. എന്തുകൊണ്ടാണ് മിക്ക ആളുകളും ദരിദ്രരാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടുപോവാതെ എങ്ങനെയായിരിക്കാം എന്ന് നോക്കാം. മിക്ക ആളുകളും വർഷങ്ങളോളം പണിയെടുത്തിട്ടും സാമ്പത്തിക സ്ഥിരതയിൽ എത്തുന്നില്ല. കാരണം അവർ പണം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എവിടെയാണ് ഈ പണം
നിക്ഷേപിക്കേണ്ടത് എന്നറിയില്ല. പലരും സാമ്പത്തിക ഉപദേശകരുടെ വാക്കുകൾ കേട്ട് കെണിയിൽപ്പെട്ടു പോകുന്നു. ഒരു ബാങ്കിൽ എല്ലാം കൂടെ നിക്ഷേപിക്കുന്നത് നിങ്ങളെ പിന്നീട് സഹായിക്കും, പണക്കാരനാക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ ശരിക്കും അത് നിങ്ങളെ പണക്കാരനാക്കുമോ? നിങ്ങൾ ഏതൊക്കെ തരത്തിലാണ് നിങ്ങളുടെ പണം ചിലവാക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ചില ആളുകൾ എങ്ങനെയാണ് ഇത്രയും പണം സമ്പാദിക്കുന്നത് എന്ന് നമ്മൾ അതിശയപ്പെടാറുണ്ട്. എന്നാൽ ചിലരുടെ കാര്യത്തിൽ ജീവിതകാലം മുഴുവൻ പണിയെടുത്താലും ഫിനാൻഷ്യലി സ്റ്റക്കാവുന്നു. ഒട്ടുമിക്ക മിഡിൽ ക്ലാസ്സുകളുടെയും ജീവിത ലക്ഷ്യം തന്നെ ഒരു വീട് നിർമ്മിക്കുകയാണ്. എന്നാൽ ഒരു വീട് വാങ്ങുന്നത് ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണോ? ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നത് നിങ്ങളെ റിച്ച് ആക്കില്ല, അത് നിങ്ങൾക്ക് ഹൗസ് ഓണർ എന്ന ടാഗ് മാത്രമാണ് നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും റിച്ച് ആളുകളുടെ കൂട്ടത്തിലുള്ള ഇലോൺ മസ്ക്, ജെഫ് ബീസോസ്, ട്രംപ് പോലും വീട് വയ്ക്കുകയല്ല ആദ്യം ചെയ്തത്. അവർ പണം ഒഴുകുന്ന ആസ്തികൾ നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്തത്. എനിക്ക് സ്വന്തമായി ഒരു വീടുണ്ട്, അതിനാൽ ഞാൻ റിച്ചാണ് എന്ന സാധാരണക്കാരൻ്റെ ചിന്ത പോലെയല്ല അവരുടേത്. ഇത് നമ്മുടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടോ, ക്യാഷ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. ഇതാണ് ഒരു മിഡിൽ ക്ലാസ്സുകാരനും സമ്പന്നനും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളുടെ ജീവിതത്തിലെ ക്വാളിറ്റി മാറ്റണമെങ്കിൽ നിങ്ങളുടെ പണം ചെലവഴിക്കുന്ന രീതിയാണ് മാറ്റേണ്ടത്. ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ വ്യക്തികളെല്ലാം തന്നെ വാല്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടി അവരുടെ പണം റിയൽ എസ്റ്റേറ്റുകളിലും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളിലും നിക്ഷേപിക്കുന്നു. ദ റിയൽ ട്രൂത്ത് എബൌട്ട് ഗുഡ് ഡെപ്റ്റ്. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ കടങ്ങളെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ കടങ്ങളെ സ്മാർട്ടായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് സ്വയം പണം നൽകുമെന്ന് ഉറപ്പാകുമ്പോൾ മാത്രം ഞാൻ കടം വാങ്ങുന്നു. നിങ്ങൾ നിങ്ങളുടെ ആസ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി കടം വാങ്ങുമ്പോൾ അത് കൂടുതൽ പണം ജനറേറ്റ് ചെയ്യും. എന്നാൽ നിങ്ങളുടെ ബാധ്യത തീർക്കാൻ വേണ്ടിയാണ് കടം വാങ്ങുന്നതെങ്കിൽ എല്ലാ മാസവും നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം നഷ്ടപ്പെടും. അത് മോശം കടമാണ്. ഡൽഹിയിൽ നിങ്ങൾക്കൊരു ഭൂമി ഉണ്ടെന്ന് വിചാരിക്കുക. കാലം മാറുന്നതിനനുസരിച്ച് പ്രോപ്പർട്ടിയുടെ വിലയിലും വ്യത്യാസം വരും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ 2 അവസരങ്ങളാണുള്ളത്. ആ ഭൂമി വിറ്റ് ആ പണം കൊണ്ട് ഒരു വീട് വാങ്ങുക, എന്നിട്ട് അവിടെ താമസിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് യാതൊരുവിധ പണവും ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു വീടിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളുമായി മാസാമാസം ഒരുപാട് പണം ചിലവാകുന്നു. അത് നിങ്ങളുടെ വീടിനെ കടബാധ്യതയിലാക്കുന്നു. ഇനി രണ്ടാമതായുള്ള ഓപ്ഷൻ, ആ ഭൂമിയിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് പണിയുക. ശേഷം ഒരു യൂണിറ്റിൽ നിങ്ങളും ബാക്കിയുള്ള യൂണിറ്റുകൾ വാടകയ്ക്കും നൽകുക. ഇത് നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വികസിപ്പിക്കാനുള്ള മൂലധനം ഇല്ലെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ മുഴുവൻ പണവും ചെലവഴിക്കുന്നതിന് പകരം സംയുക്ത സംരംഭം പ്രയോജനപ്പെടുത്തുക. സ്മാർട്ടായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതെങ്ങനെയെന്ന് നോക്കാം. ഇവിടെ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ഭൂമി ലക്ഷ്യത്തിനായി മുന്നോട്ട് കൊണ്ടുവരുന്നു. ഇനി ഇവിടെ ഒരു ഡെവലപ്പർ അവിടെ അപ്പാർട്ട്മെൻറ്റ് നിർമ്മിക്കുന്നു. ഇതിൻ്റെ ഉടമസ്ഥാവകാശം ഇവിടെ നിങ്ങൾക്ക് 2 പേർക്കും കിട്ടുന്നു. കൂടാതെ ഇതിൻ്റെ ലാഭവും നഷ്ടവും മെയിൻ്റനൻസും എല്ലാം നിങ്ങൾ പങ്കിട്ടു പോകുന്നു. ഇതാണ് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള വഴി. നിങ്ങളുടെ എമർജൻസി ഫണ്ടിനപ്പുറമുള്ള ഏതൊരു സമ്പാദ്യവും നിങ്ങളുടെ ആസ്തികളിലേക്കുള്ള നിക്ഷേപവുമായി കാണണം. ഗുഡ് ഡെപ്റ്റ് ബിൽഡ് അസറ്റ്സ്, ബാഡ് ഡെപ്റ്റ് കീപ്സ് യു ഇൻ സ്ലേവറി. ഷുഡ് യു ട്രാവൽ അബ്രോഡ് ടു മേക്ക് മണി? പല ആളുകളും ഇപ്പോൾ വിശ്വസിക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്താൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാണ്. എന്നാൽ അടുത്തിടെ വന്ന ഒരു റിപ്പോർട്ട് നോക്കാം. കാനഡയിലെയും അമേരിക്കയിലെയും UK ഒക്കെ ആളുകൾ കടുത്ത മാനസിക സമ്മർദ്ദവും ഡിപ്രഷനും നേരിടുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സർവൈവ് ചെയ്ത് പോകുന്നതിൻ്റെ ഭാഗമായ ഫൈനാൻഷ്യൽ സ്ട്രെസ്സും ലോണും ഇവരുടെ ജീവിതത്തെ ആഴത്തിൽ ബാധിക്കുന്നു. പലരും പ്രോപ്പറായ ഒരു പ്ലാനിങ്ങോട് കൂടിയല്ല പോകുന്നത്. അതിനാൽ തന്നെ ഓരോ ദിവസവും അവർ ഒന്നിൽ കൂടുതൽ ജോലികൾ ചെയ്ത് ജീവിക്കേണ്ടി വരുന്നു. ചിലർ അവരുടെ കയ്യിലുള്ള സമ്പാദ്യം എല്ലാം തീർന്നതുകൊണ്ട് നാട്ടിൽ പോലും വരാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു. സത്യത്തിൽ ജീവിതം പച്ച പിടിക്കുന്നതിന് മറുരാജ്യം പിടിക്കുകയല്ല വേണ്ടത്, ശരിയായ സ്കിൽ ഡെവലപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ഈ എക്കണോമിയിൽ 40 വർഷം തുടർച്ചയായി ജോലി ചെയ്യുന്നത് നിങ്ങളെ വിജയിപ്പിക്കില്ല. ഇത് സാങ്കേതിക വിദ്യകളുടെ കാലമാണ്. AI ഓട്ടോമേഷനും ടെക്നോളജിയും
ട്രഡീഷണൽ ജോലികൾ റീപ്ലേസ് ചെയ്യുന്ന കാലം വന്നു. ഇപ്പോൾ പലയിടത്തും ഒരു കാലത്ത് മനുഷ്യർ ചെയ്തിരുന്ന ജോലി റോബോട്ടുകളാണ് ചെയ്യുന്നത്. കാലത്തിനൊപ്പം മാറാൻ സ്മാർട്ടായി തീരുമാനങ്ങളും നിക്ഷേപങ്ങളും നടത്തിയില്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ പിറകിലായി തന്നെ നിലനിൽക്കും. ടെക്നോളജികളെ ശരിയായി ഉപയോഗിക്കാൻ പഠിച്ചാൽ എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആദ്യ മില്യൺ ഉണ്ടാക്കാം. കൂടാതെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ ബിസിനസ്സിനെയും നിങ്ങളെയും തന്നെ ആകർഷിപ്പിക്കാനുള്ള കഴിവാണ് ഈ കാലത്ത് നിങ്ങളുടെ ഗ്രോത്ത് തീരുമാനിക്കുന്നത്. പവർ ഓഫ് റീഡിംഗ് ഇൻ സക്സസ്. ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. നിങ്ങളുടെ എല്ലാവരുടെയും ഷെൽഫിൽ വാങ്ങിയിട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരു പുസ്തകമില്ലേ? തുടങ്ങി വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാത്ത എത്ര പുസ്തകങ്ങളുണ്ട് അങ്ങനെ? നിങ്ങൾ പറയും സമയമില്ല, ബിസിയാണ്, അതുകൊണ്ടാണ് വായിക്കാത്തത് എന്ന്. എന്നാൽ ട്രൂത്ത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്കൊരു സ്ട്രോങ് റീസൺ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ വായിക്കുന്നില്ല. ഇതൊരു ഡിസിപ്ലിൻ ഇഷ്യൂ അല്ല, മറിച്ച് മോട്ടിവേഷൻ ഇഷ്യൂ ആണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലോകപ്രശസ്തനായ ഇലോൺ മസ്ക് നൂറുകണക്കിന് എഞ്ചിനീയർ പുസ്തകങ്ങൾ വായിച്ചത് ഒരു രസത്തിനാണെന്ന്? എന്നാൽ ഒരിക്കലുമല്ല. ലോകത്തെ മാറ്റിമറിക്കുന്ന എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു ഒബ്സഷൻ ഉണ്ടായിരുന്നു. അതിന് പുസ്തകങ്ങളെ അദ്ദേഹം ആയുധമാക്കി. ജെഫ് ബിസോസ് നൂറുകണക്കിന് ബിസിനസ് റിലേറ്റഡ് പുസ്തകങ്ങൾ വായിച്ചതും തമാശയ്ക്കല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ വിഷനിലേക്കുള്ള വഴിയായാണ്. ഒരു പുസ്തകം വായിക്കുന്ന ഒരാൾ ആ പുസ്തകം വായിച്ചു തുടങ്ങുമ്പോഴുള്ള ആളായിരിക്കില്ല അത് വായിച്ച് കഴിയുമ്പോൾ. അത് നമ്മെ സന്തോഷിപ്പിക്കുന്നു, കരയിപ്പിക്കുന്നു, എല്ലാത്തിനും ഉപരിയായി ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. മുങ്ങി മരിക്കാൻ പോകുന്ന ഒരാൾക്ക് വായുവിനോടുള്ള ശക്തമായ ആഗ്രഹം പോലെ വായനയോട് ക്രേവിങ്സ് ഉണ്ടാക്കാൻ ചില വഴികളുണ്ട്. റീഡിംഗ് നിങ്ങളുടെ ഹാബിറ്റാണ് എന്ന തരത്തിൽ പ്രവർത്തിക്കാം. പലരും പ്രഭാതത്തിൽ തന്നെ 1-2 മണിക്കൂർ ഫോണും തോണ്ടി ബാത്റൂമിൽ ഇരിക്കാറുണ്ട്. എന്നാൽ അവിടെ എന്തുകൊണ്ട് ഒരു പുസ്തകം കരുതിക്കൂടാ? ഇനി നിങ്ങൾ ബാത്റൂമിൽ പോകുമ്പോൾ കയ്യിലൊരു പുസ്തകം കരുതുക. മിനിമം 2 പേജെങ്കിലും നിങ്ങൾ ദിവസവും വായിക്കും. ഇങ്ങനെ 1 മാസം വായിക്കുകയാണെങ്കിൽ ഒരു പുസ്തകം തന്നെ തീർക്കാം. മറ്റൊരു തരത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓഡിയോ ബുക്കുകൾ കേൾക്കാമല്ലോ. നിങ്ങളുടെ വായനകൾ ഉച്ചത്തിലാക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഉച്ചത്തിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദം നിങ്ങൾക്ക് തന്നെ കേൾക്കാൻ കഴിയുന്നു. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ വായനയിലൂടെ ലഭിക്കുന്ന ഇൻഫർമേഷൻ ആഴത്തിൽ എൻകോഡ് ചെയ്യും. നിങ്ങൾക്ക് പ്രധാനമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരു സ്കെച്ച് കൊണ്ട് ഹൈലൈറ്റ് ചെയ്യുകയോ നോട്ട് ചെയ്ത് വയ്ക്കുകയോ ചെയ്യുക. ഫിസിക്കലി നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സബ് കോൺഷ്യസ് നിങ്ങളുടെ ബ്രെയിൻ അത് റെക്കോർഡ് ചെയ്യും. പരീക്ഷ ഹാളിലിരുന്ന് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ ആലോചിച്ചെടുക്കുമ്പോൾ നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ഉത്തരമുള്ള ആ പേജ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്നിട്ടില്ലേ? അതും സബ് കോൺഷ്യസ് മൈൻഡിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടത് കൊണ്ടാണ്. നമ്മുടെ ബ്രെയിനിന് 3 വാതിലുകളാണ് ഉള്ളത്. നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് റീകോൾ ചെയ്യുന്ന മെമ്മറി വിൻഡോയും, കാര്യങ്ങളെ അനലൈസ് ചെയ്ത് തീരുമാനമെടുക്കുന്ന കണ്ടംപ്ലേഷൻ വിൻഡോയും, നമ്മുടെ ഫ്യൂച്ചർ വിഷ്വലൈസ് ചെയ്യുന്ന ഇമാജിനേഷൻ വിൻഡോയും. ഈ പവർ തന്നെയാണ് വിഷണറീസ് അവരുടെ വിജയത്തിനായി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ, ആപ്പിളിൻ്റെ CEO ആയിരുന്ന സ്റ്റീവ് ജോബ്സ് അദ്ദേഹത്തിൻ്റെ ഇമേജിനറി വിൻഡോ യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ മുൻപേ കണ്ടിരുന്നു. യു ഹാവ് ദ എബിലിറ്റി ടു റീഡ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്ലൈ നോളജ് ഡിപ്പെൻഡിങ് ഓൺ വിച്ച് വിൻഡോ യു ഹാവ് ആക്ടിവേറ്റഡ്. സമ്പന്നർ എല്ലാം വായിച്ചു, കാരണം അവർക്ക് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അറിയണമായിരുന്നു. ഇത്തരത്തിൽ വായനയുടെയും സമയത്തിൻ്റെയും പണവിനിയോഗത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ ആകെ തുകയാണ് വിജയം. ഇവയൊക്കെ ചേർന്നതാണ് വിജയത്തിൻ്റെ സമവാക്യം. നിങ്ങൾ പണവുമായി ഇമോഷണലി അറ്റാച്ച്ഡ് ആകുമ്പോൾ നിങ്ങൾ അവിടെ തോറ്റുപോകും. പണത്തെ നിങ്ങൾ നിയന്ത്രിക്കണം, നിങ്ങളെ പണം നിയന്ത്രിക്കരുത്. സമ്പന്നരായ എല്ലാ വ്യക്തികൾക്കും കോമൺ ആയുള്ള ഒരു ബിഹേവിയർ ഉണ്ട്. അവർക്ക് പണം ചെലവഴിക്കാൻ പേടി ഉണ്ടായിരുന്നില്ല. അവർ സ്മാർട്ടായി അവയെ വിനിയോഗിച്ചു. ഇതാണ് സമ്പന്നരുടെ കളികൾ. ഈ വീഡിയോ ഒരിക്കൽ കൂടി കേൾക്കുക, പഠിക്കുക, പ്രയോഗിക്കുക, സമ്പന്നനാകുക. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ടാറ്റ AIA ലൈഫിൻ്റെ ടാക്സ് ബൊണാൻസ കൺസംഷൻ ഫണ്ടിനെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വരുമാനത്തിൻ്റെ ചെറിയൊരു തുക മാറ്റിവെച്ച് നിക്ഷേപിക്കാൻ തയ്യാറായാൽ അത് നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെടും. അത്തരത്തിലൊരു അവസരമാണ് ഇത്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടിരിക്കുന്ന ലിങ്കിൽ പോയാൽ ഈ NFOയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും നിക്ഷേപിക്കാനും സാധിക്കും.
അപ്പോൾ മറക്കണ്ട, NFOയുടെ അവസാന തീയതി മാർച്ച് 31 വരെ മാത്രമാണ്. വേഗമാകട്ടെ.